ഞാൻ പ്രഷർ എടുത്ത് ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോണത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം, 10 days. ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരാഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് ഇപ്പൊ ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്ക് ഈ ഇലക്ഷന്. നമസ്കാരം, വീണ്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വിഷയങ്ങൾ ഇപ്പോഴെങ്ങും തീരത്തില്ല. ഇപ്പൊ റോബിൻ പൈസ കൊടുക്കാനുള്ളവരെല്ലാം അവരവരുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറയാൻ ഓരോ അവസരം വരുമ്പോൾ ഞാൻ പറയാം. ഓരോരുത്തർ എന്താണേലും ഓരോരോ ഓഡിയോകൾ വെളിവിടുമല്ലോ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. അറിഞ്ഞത് വെച്ചിട്ട് ഒരാളോടൊന്നൊന്നുമല്ല, ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ രീതികളൊക്കെ വേറെയാണ്. എന്തു ആയിക്കോട്ടെ, ഇപ്പം ഒരു വോയിസ് വെളിയിൽ വന്നിട്ടുണ്ട്. ഡോക്ടർ റോബിൻ കാശ് കൊടുക്കാനുള്ള ഒരാള് റോബിനുമായിട്ട് സംസാരിക്കുന്നത്. അത് റോബിൻ ഈ പറഞ്ഞ BJP എന്ന പാർട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പേ വാങ്ങിച്ച കാശാണ്. എനിക്ക് ഫണ്ടൊക്കെ വരും, ഞാൻ ഇനി സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്, എനിക്ക് ഫണ്ട് വരും, ആ ഫണ്ടിൽ നിന്നൊക്കെ ഞാൻ മുക്കി തരാന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ റോബിന്റെ വിഷയം ഒരു നടക്കൊന്നും പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ, ഇത് ഒരു നടക്കൊന്നും പോകത്തില്ല. ഇത് ശരിക്കും നല്ലതുപോലെ റോബിൻ പെട്ടിട്ടുണ്ട്. റോബിൻ എനിക്ക് എത്ര വെളുപ്പിച്ചാലും വെളുക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. എന്താന്ന് വെച്ചാൽ അതുപോലെയാണ്. ഒരെണ്ണം തീരുമ്പോൾ അടുത്തത് വരും, അടുത്തത് തീരുമ്പോൾ അടുത്തത് വരും. കാരണം മറ്റൊന്നുമല്ല, എല്ലാം റോബിൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. റോബിൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനും ഉണ്ട്. അത് സത്യമായ കാര്യമാണ്. പലരും ഇപ്പൊ വെളിയിൽ വന്നിട്ട് ഓരോരോ തെളിവുകൾ സഹിതം വെളി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. പറഞ്ഞോട്ടെ, ഒന്ന് സന്തോഷപരമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പൊന്നു ബ്രോ, ഫണ്ടുകൾ വരുന്നുണ്ട്. എനിക്കെന്തറിയോ, എനിക്ക് നീ നിന്റെ പ്രവീൺ എന്ന് പറഞ്ഞ ഈ പ്രവീൺ അടക്കം ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയാം. അപ്പൊ ആരും ആരെ കാര്യങ്ങളോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള വർത്തമാനം അതെല്ലാം വിട്. ഞാൻ പറയട്ടെ, അതെല്ലാം വിട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മർക്കല നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്റെ പേര് എന്ത് ചെയ്യും? 15-ാം തീയതി 20-ാം തീയതി ഇടയ്ക്ക് നമ്മൾ B ക്ലാസ് മണ്ഡലത്തിന്റെ വർച്ചയുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ എന്റെ പേര് അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിതൊക്കെ കേട്ടതാണ്. പല ആൾക്കാരും അത് അങ്ങോട്ട് പറഞ്ഞു. ഇത് എന്നേ ഞാൻ കേൾക്കുന്നുണ്ട്. നീ നോക്ക്, നീ ഈ സാധനം ഇടുന്നതിന്റെ മുമ്പേ, നിന്നെ രാജീവ് ചന്ദ്രശേഖർ നിന്റെ ഷോൾ ഇടുന്നതിന്റെ മുമ്പേ നിനക്ക് വിഴിഞ്ഞം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ആരാ വഴിയാണ് പറഞ്ഞതല്ല, ഒരുത്തനോട് പറയും അവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ട്. നീ ഓരോരുത്തരെ ഡെയിലി വിളിക്കുന്ന കഥകൾ പോലും എനിക്കിത് ഇങ്ങനെ വിളിക്കുമ്പോ എന്നോട് പറയുമ്പോ ഞാനിങ്ങനെ വിളിക്കും. അല്ലല്ല, നീ ആരെ വിളിച്ചാലോ എനിക്കതല്ല, ഞാൻ അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ വർക്കല നിനക്ക് കിട്ടി. എന്നെ സംബന്ധിച്ച് അത് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച നിനക്ക് കിട്ടട്ടെ, നിനക്ക് പൈസ വരട്ടെ, എന്റെ പൈസ സെറ്റിൽ ആവട്ടെ. പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം. നീ പറഞ്ഞ് പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം. പ്രവീണെ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ. കടം കൊടുത്തിട്ട് അത് ചോദിക്കുമ്പോൾ രോദനമാണ് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കേൾക്കുന്നത്. അപ്പുറത്ത് കടം കൊടുത്തവന്റെ രോദനം, ഇപ്പുറത്ത് കടം വാങ്ങിച്ചവന്റെ രോദനം. എന്താന്ന് വെച്ചാൽ ഒരുപാട് പേരോട് ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത്രമാത്രം ചെലവ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ കണക്കൊക്കെ ഓരോരുത്തർ പറയുന്നു. എന്താണ് ഇത്, എവിടെ പോയി നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ പുള്ളി കുറെ പൈസ കടം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് നീ കുറച്ച് പൈസ എനിക്ക് ഇന്ന് തന്നെ അയച്ചു താ എന്ന് പറയാൻ എനിക്കൊരു അത്യാവശ്യമുണ്ട്, എനിക്ക് പൈസ വേണമെന്ന് പറയുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗാണ് ഇതൊക്കെ. ഞാൻ ഇപ്പൊ പാർട്ടിയിലേക്ക് വരികയാണ്, എന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വിളിച്ചിട്ടുണ്ട്, മറ്റേ മണ്ഡലത്തിൽ ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് കാശ് ഇങ്ങനെ കുമിഞ്ഞു കൂടി വരും, അപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ പുള്ളി പറഞ്ഞത് എനിക്ക് നീ എന്തേലും ആയിക്കോ, പാർട്ടിയിലോ നീ വലിയ MLA നീ മന്ത്രിയോ എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നീ എന്റെ പൈസ അതാന്ന് പറഞ്ഞത്, നീ ആയാൽ നിനക്ക് കൊള്ളാന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മനസ്സിലാകാത്തവരോട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല, അത് വേറെ കാര്യം. ബ്രോ, ഇത് ആദ്യം ഡിസ്കസ് ചെയ്ത് നിങ്ങളെടുത്താ ഈ സംഭവം അറിയാലോ. റോബിനെ ഒബ്വിയസ്ലി അത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ വരുന്നത്. ഇങ്ങനെ വരാന്നുള്ള പറയുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് എനിക്കിപ്പൊ എന്റെ ഫണ്ട് ഇമ്മീഡിയറ്റ് ഞാൻ നിക്കക്കള്ളില്ലാതെ ഞാൻ അത്ര പ്രഷർ
ബ്രോ ഞാനൊരു കാര്യം എനിക്ക് ഇനി നീട്ടാൻ ഈ ഫണ്ട് ഞാൻ പറഞ്ഞേ ആ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് പോവാ. നീ മറ്റുള്ള കാര്യങ്ങൾ നിനക്ക് ഇനിയിപ്പോ BJP നിന്നാൽ നാളെ നിനക്ക് കോടികൾ കിട്ടിയായിരിക്കും. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? ഇനി എന്ത് വെയിറ്റ് ചെയ്യും? എവിടെ വെയിറ്റ് ചെയ്യാനോ നീ പറയുന്നത്? ഇനി ഒരു മുന്നോട്ടേക്ക് സ്റ്റെപ്പിനില്ല റോബിനെ. എന്റെ പൊന്നു ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളടുത്ത്. ഇത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്നത് ക്യാഷിന്റെ കാര്യം സെക്കൻഡറി അതെല്ലാം വിട്. ഇനി ആരും വേണ്ട. ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. ആ മീറ്റിംഗ് ഇത് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് പറയും. കറക്റ്റ് ഒരു ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റിന് അത് ഞാൻ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം എനിക്ക് ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടേക്കുക. അന്നത്തെ ദിവസം ഞാൻ പറയുന്ന ഡേറ്റ് അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ഡേറ്റ്. ഇലക്ഷൻ കഴിയാനും വിടൂല, ഇലക്ഷന്റെ മുമ്പേക്കും ഞാൻ വിടൂലേ. നിങ്ങൾക്ക് മനസ്സിലാവില്ല മനുഷ്യ. ഇത് റോബിൻ പറയുന്നത് എനിക്ക് ഇന്ന് ഒരാളുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എപ്പോൾ ഫണ്ട് ഞാൻ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നുള്ളതാണ്. എന്തേലും മീറ്റിംഗ് ആകട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ആ ഫണ്ടൊന്നും ഇതുവരെയും ഈ പുള്ളിക്ക് കിട്ടിയിട്ടില്ല. പുള്ളി പറയുന്നുണ്ട് ഇലക്ഷൻ കഴിയാനും വിടത്തില്ല, ഇലക്ഷന് മുമ്പ് ഞാൻ വിടത്തില്ലെന്ന്. പക്ഷെ പുള്ളിക്ക് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ പുള്ളി ഈ പറയുന്ന വോയിസ് എടുത്ത് വെളിയിലിട്ടത്. എന്ന് വെച്ചാൽ പുള്ളിക്കും തോന്നുന്നില്ല ഇനി പൈസ കിട്ടുമെന്നുള്ളത്. ഒരുപാട് പേരോട് ഇങ്ങനെ പൈസ മാറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് AI ആണെന്ന് ഇനി റോബിൻ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി ഈ വോയിസും റോബിൻ AI ആണെന്ന് പറയുമോ? നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് വെളി വന്നപ്പോൾ അതിന് താഴെ വന്ന് റോബിൻ തന്നെ കമന്റ് ചെയ്തത് AI എന്ന് പറഞ്ഞിട്ട് അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തത്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? നമ്മൾ എന്തൊക്കെയാ കേൾക്കുന്നത്? ഞാനിതൊക്കെ കേട്ടപ്പോൾ ആദ്യമേ ഞെട്ടിപ്പോയി കേട്ടോ. അത് ഒരാളല്ല, ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അല്ല ഞെട്ടാനുള്ളത്. ഞെട്ടാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. എന്തായാലും അടുത്ത കേൾക്കാം. ഞാൻ പ്രഷർ ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോണത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്. 10 ദിവസം 10 days. ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരാഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ് എനിക്ക് ആ ഡേറ്റ് ഇപ്പൊ ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്ക് ഈ ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക? എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു? പാർട്ടി ഫണ്ട് അല്ല. ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് പറയാൻ പറ്റില്ല. ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. ഡീറ്റെയിൽസ് ഒന്നും എക്സ്പ്ലോസ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറയാനും പറ്റില്ല. ഒന്നും പറയത്തില്ല. എനിക്ക് നീ അത് പറയണമെന്നില്ലടോ. ഞാൻ എന്തിനാ പറയുന്നത്? ബേസിക്കാരി ഞാനൊരു പൊളിറ്റീഷ്യൻ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ചോദിക്കാം, പാർട്ടി ഫണ്ട് എങ്ങനെ നിന്റെ കയ്യിൽ വരാന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ എവിടെ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞേ? പാർട്ടി ഫണ്ട് എന്നാണോ പറഞ്ഞത്? എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ആരുമായിട്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇനി ആരെയും വിളിക്കാൻ നിൽക്കേണ്ട. ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് പുള്ളി പാർട്ടി ഫണ്ട് എന്ന് പറയുമ്പോഴാണ് ഞാൻ പാർട്ടി ഫണ്ട് എന്നല്ലല്ലോ പറഞ്ഞതെന്ന് പുള്ളി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇതിനകത്ത് ഇലക്ഷൻ ഫണ്ട് എന്നുള്ളത് അത് നേരെ തിരിച്ച് ഈ പുള്ളി എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് റോബിൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനാണെങ്കിൽ ഒരാളുമായിട്ട് ആ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, വേറൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പൊ തന്നെ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് ഇലക്ഷൻ ഫണ്ട് വരും എന്ന് പറയുന്നുണ്ട്. ഈ ഉദ്ദേശിച്ചിടത്തൊന്നും ഇലക്ഷൻ ഫണ്ട് കിട്ടി കാണത്തില്ല. എന്നാ ഇലക്ഷൻ ഫണ്ട് ഇപ്പൊ BJP പോയി മത്സരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് വരും. ജയിച്ചാൽ എന്താ തോറ്റാൽ എന്താ, കുറച്ച് ഫണ്ട് വരുമല്ലോ. അപ്പൊ അത്യാവശ്യ കടങ്ങളൊക്കെ വീട്ടാം, അങ്ങനെ നിൽക്കാമെന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. ഈ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വരും ഈ ഫണ്ടൊക്കെ എന്ന് പറയാൻ? നിന്റെ അടുത്ത് നേരിട്ടൊക്കെ തരുവാണോ? ഞാനും പാർട്ടിയൊക്കെ ഒരുപാട് കണ്ടതാണ്, ഞാനും പാർട്ടിയിലൊക്കെ ഉള്ളതാണ്. ആരോടാ റോമിനെ നീ ഇതൊക്കെ പറയുന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. ഇനി ഈ സെക്കൻഡ് ഇന്നെന്ന് പറയുന്നത് March 9 ഇന്ന് തൊട്ട് ഇനിയുള്ള 10 ദിവസം നമ്മൾ തമ്മിലാണ് ഡീല്. ഓക്കെ, ഈ 9-ാം തീയതിക്ക് ഇടയ്ക്ക് ഏത് ദിവസവും ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ 20 വെച്ചു, March 20 വെച്ചു. ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം, അത് ഇന്ന് തൊട്ട് ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രാൻസ്ഫർ. ഇല്ല 6 ലക്ഷം ഫണ്ട് സെറ്റിൽ ആക്കേണ്ട കാര്യം പറയുമ്പോൾ 6 ലക്ഷം പറയുന്നേ. നിങ്ങൾ പിന്നെ 6 ലക്ഷം രൂപ വേണം. 6 ലക്ഷം വേണം. ഇന്ന് നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ഇത് ഈ പറഞ്ഞ വാക്കിൽ 10 ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നീ ഇപ്പൊ തീർക്കുന്ന പറഞ്ഞേ. 6 ലക്ഷം രൂപ നിന്നിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ ഇന്ന് എനിക്ക് 6 ലക്ഷം വിട്ടു തരണം എന്നാണ് ഈ പുള്ളി പറയുന്നത്. അപ്പം പുള്ളിക്ക് 6 ലക്ഷം ഒന്നും അല്ല ഈ കൊടുക്കാനുള്ളത്, അതിൽക്കും മേലെയാണ്. അതിൽ നിന്ന് പുള്ളി അപ്പം റോബിൻ പറയുന്നുണ്ട് 6 ലക്ഷം തന്നാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞ അത് നീ ഇന്ന് ഇടണം, നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ. പക്ഷെ എന്റെ ഫണ്ട് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നല്ലൊരു ഫണ്ട് ഈ പറയുന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആ വാങ്ങിച്ച ഫണ്ടിൽ നിന്നും ഈ 6 ലക്ഷം താന്നാണ് പുള്ളി കിടന്ന് കരയുന്നത്. എന്ന് വെച്ചാൽ പുള്ളി അത്രമാത്രം പെട്ടിട്ടുണ്ടായിരിക്കും. എത്ര കാശുകാരനാണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറയാനും ഒരാളെ വിശ്വസിച്ച് കൊടുത്തതാണ്.
ഈ റോബിൻ എന്ന് പറയുന്ന പുള്ളിയെ വിശ്വസിച്ചാണല്ലോ കൊടുത്തത്. അപ്പൊ പല അവധികൾ പറഞ്ഞു, പല അവധികൾ പറഞ്ഞിട്ട് പോലും റോബിൻ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് പുള്ളിക്ക് തീരെ വിശ്വാസം ഇല്ലാത്തത്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് നീ ഇന്ന് എനിക്ക് 6 ലക്ഷം രൂപ ഇട് എന്നുള്ളത്. ഇത് ഒരു കേസല്ല, ഞാൻ പറഞ്ഞത് ഇത് ഒരു കേസല്ല, ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് ഓഡിയോസ് വെളിയിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത്, ഒരുപാട് ഓഡിയോസ്. 23rd വൈകുന്നേരം 4 ഇനി 2 ആഴ്ച ഞാൻ നിനക്ക് വേണ്ടി കാത്തുത്തിരിക്കണം എന്നാ? ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, 6 ലക്ഷം രൂപ, ഒരു മിനിറ്റ് അക്കൗണ്ട് ഒക്കെ ഇടാ, നീ ആദ്യം ഇത് സംസാരിക്കുക. 6 ലക്ഷം രൂപ എനിക്ക് ആദ്യം നീ സെറ്റിൽ ആക്കണം. അത് സെറ്റിൽ ആക്കാതെ ഞാൻ നിന്നെ വിശ്വസിക്കൂല. എങ്കിൽ ഒരു കാര്യം പറയട്ടെ, 6 ലക്ഷം ഞാൻ പറയട്ടെ, എങ്കിൽ അതിന് എനിക്ക് ഒരു 1 വീക്ക് ടൈം ഇല്ല, അത്രയ്ക്ക് പോകുമ്പോ റോബിൻ, ഞാൻ നിന്റെ ഒരു ബേസിക് കാര്യം നിന്നോട് ചോദിച്ചേ. നിന്നെ ഇനി ഒരു പോയിന്റിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ സത്യ റോബിനെ, ഞാൻ ഒരു കംപ്ലൈന്റിന് പോലും വിൽക്കാതെ ഞാൻ നിൽക്കാണ്. ഞാൻ സത്യമായിട്ട് പറയാം, എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടി പ്രശ്നത്തിൽ വെച്ചത് ഇത് ഭീഷണിയല്ല. കാരണം നീ എന്നെ വ്യക്തിപരമായി പറ്റിച്ച് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കാൻ നീ എന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വ്യക്തമായിട്ട് ബ്രോന്റെ അടുത്ത് പറയാണ്, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇല്ല, ഈ ഇതിന്റെ അപ്പുറം ഈ പറഞ്ഞുകൊണ്ടിരുന്നേ. എടാ നിനക്ക് ഞാൻ നിന്നോട് പറഞ്ഞേ, നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേക്കെ 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം. നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് 6 ലക്ഷം നീ എന്റെ ലാസ്റ്റ് മേടിച്ച 6 ലക്ഷം നീ വെക്ക്. ഒരു ദിവസത്തേക്ക് മേടിച്ച് പറ്റിച്ച പൈസ നീ വെക്ക്. ഇവരുടെ കാര്യം തെറ്റുണ്ട്. ഈ റോബിൻ ഇങ്ങനെ പൈസ കൊടുക്കാത്ത ആളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പുള്ളി എന്നാ ലാസ്റ്റ് പിന്നെ 6 ലക്ഷം പിന്നെയും വന്ന് വാങ്ങിച്ചെന്നാ പറയുന്നത്. 6 ലക്ഷം രൂപ ലാസ്റ്റ് വന്ന് വാങ്ങിച്ചെന്നാ പറയുന്നത്. നീ എന്നാൽ എനിക്ക് ആ പൈസ ഇപ്പൊ തന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്നാണ് പറയുന്നത്. തീരെ വിശ്വാസമില്ല. എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് വാങ്ങിച്ച ഒന്നും കൊടുത്തിട്ടില്ല. ഈ കൊടുക്കാതിരുന്നപ്പോഴും ഈ പൈസ പിന്നെ 6 ലക്ഷം കൊടുത്തത് പുള്ളിയുടെ തെറ്റ്, ഈ കൊടുത്ത ആളുടെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി അതുപോലെ വിഷമം പറഞ്ഞു കാണും. അതുപോലെ വിഷമം പറയുന്ന ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ അതുപോലെ വിഷമം പറഞ്ഞു കാണും. ആ വിഷമം പറഞ്ഞപ്പം ഒരു തരുമായിരിക്കും, ഇപ്പോഴത്തെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്ത് കൊടുത്തതാണ്. പക്ഷെ അവസാനമാണ് ഈ പുള്ളിക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോഴെങ്കിലും കിട്ടപ്പോരില്ല എന്നുള്ളത്. അതാണ് പുള്ളിയുടെ വിഷമം അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ വോയിസിൽ അങ്ങോട്ട് ഈ റോബിനോട് സംസാരിക്കുന്ന ആള് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. 6 ലക്ഷം പോട്ടെ, 60 ലക്ഷം ആയിക്കോട്ടെ, 6000 രൂപ ആയിക്കോട്ടെ, 600 രൂപ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് അത് അനാമത്തായിട്ട് പോകുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവും. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അതിന്റെ പേരിൽ പലതും പറയാം, പലതും എടുക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ കൊടുത്ത ആള്, അയാൾക്ക് ആ ദണ്ണം എപ്പോഴായാലും ഉണ്ടാവും. അത് എത്ര ലക്ഷമാണെങ്കിലും എത്ര കോടികളാണെങ്കിലും 600 രൂപയാണെങ്കിലും 60 രൂപയാണെങ്കിലും. എന്റെ പൊന്നു ബ്രോ, ഈ വെള്ളിയാഴ്ച എങ്കിൽ 6 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രൈഡേ ആണ് 6 lakhs ട്രാൻസ്ഫർ. മറ്റൊന്ന് 23rd വെച്ചോ. ഓക്കെ, ഇനി ഇതിലൊരു മാറ്റമില്ല. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കൾ. എവിടുന്ന് ഫണ്ട് കിട്ടുന്നു എന്നെ ബോധിപ്പിക്കുന്നെങ്കിൽ എന്റെ പൊന്നു ബ്രോ, എനിക്ക് പല സ്ഥലത്തു നിന്ന് ഇപ്പൊ ഫണ്ട് കിട്ടും, പല സ്ഥലത്തു നിന്ന് കിട്ടും. ഞാൻ പാർട്ടിക്കാരനാണ് ഇപ്പം, അതാദ്യം മനസ്സിലാക്കാം. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ BJP പാർട്ടിയിലെ ഒരു അംഗമാണ്. മറ്റന്നാൾ തൊട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടിക്കാരനാണ്, ഞാനിപ്പോ BJP പാർട്ടിയിലുള്ള ആളാണ്. എന്നെ അടുത്ത ദിവസം പോലും മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ എവിടുന്ന് അവർക്ക് ഫണ്ട് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുപടിയാണിത്. ഞാൻ പാർട്ടിക്കാരനാണ്. ഈ പാർട്ടിക്കാർക്കെല്ലാം ഇങ്ങനെ പൈസ വാരിക്കോരി കൊടുക്കാൻ എവിടെ ഇരിക്കുന്നു? ആര് കൊടുക്കുന്നായി പറയുന്നത്? നമുക്കും അറിയാം, നമ്മളും നമ്മുടെ പാർട്ടിയിലൊക്കെ നമ്മളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ആർക്കൊക്കെ എത്രയൊക്കെ ഫണ്ട് MLA ഇലക്ഷൻ ആണെങ്കിലും MP ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ എത്ര വരുമെന്നും എവിടൊക്കെ ഏതെല്ലാം ഏരിയകളിൽ ഈ പൈസ പോകുമെന്നും ഈ സ്ഥാനാർത്ഥിക്ക് എത്ര കിട്ടുമെന്നൊക്കെ നമുക്കൊക്കെ ഏകദേശമൊക്കെ അറിയാം. അത് തന്നെയാണ് ഈ പുള്ളി ആദ്യമേ പറഞ്ഞത്, റോബിനെ നിനക്ക് എത്ര കിട്ടുമെന്നൊക്കെ എനിക്കറിയാം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ പുള്ളി പറയുന്നത് അങ്ങനൊന്നും അല്ല, ഞാനിപ്പോ ഒരു പാർട്ടിക്കാരനാണ്, പൈസക്കാവുമ്പോ വഞ്ചം, ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മണ്ഡലം എന്ന് പറയുന്നത് CPM മണ്ഡലത്തിൽ ഒരു എന്ത് തേങ്ങ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. വർക്കല എന്ന് പറയുന്നത് CPM മണ്ഡലല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ച് നിനക്ക് ഒരു മിനിറ്റ് റോബിനെ, ഞാൻ പറഞ്ഞത് പണ്ടുള്ളതുപോലെ അല്ല. എനിക്കിപ്പോ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കോണ്ടാക്ട്സ് ഇതും തമ്മിൽ എന്താ ബന്ധം? എന്നെ സംബന്ധിച്ച് റോബിൻ, നിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? എന്റെ അടുത്ത സ്റ്റെപ്പ് ലീഗൽ മൂവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് അല്ല റോബിൻ, ഞാൻ ഇപ്പോഴും പറയാ, നിന്നെ ഉപദ്രവിക്കലല്ല എന്റെ കാര്യം. ഇപ്പോഴും നാളെ നിനക്ക് റോബിൻ, ഞാൻ കോടീശ്വരന്മാരെ കാണാത്തല്ലേ. നീ ഒരു MLA ആയാലോ, നീ പാർട്ടിന്റെ പേര് വന്നാലോ, നിനക്ക് ഇതിൽ ബിഗ് ബോസ് കിട്ടിയാലോ, ഇതിൽ നിനക്ക് 100 ആൾക്കാരുടെ അടുത്ത് ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞാലോ, ഇതൊക്കെ നിനക്ക് കിട്ടിയാൽ നിന്നെ സംബന്ധിച്ച് നല്ലത്. എനിക്ക് അതിലോട്ട് ഒന്നും ഒരു എക്സൈറ്റഡ് അല്ല. മനസ്സിലായല്ലോ? ചുരുക്കം റോബിൻ കിടന്ന് നല്ല മെഴുകുന്നുണ്ട്. മെഴുകുന്ന വെച്ചാൽ പൈസ തരാം എന്ന് പറഞ്ഞ് ഒരുപാട് ഇതിനു മുമ്പൊക്കെ പറഞ്ഞ് കളിപ്പിച്ചു. അതിനുശേഷം ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് എനിക്കിനി ഫണ്ട് വരും,
പാർട്ടിയിൽ നിന്ന് ഫണ്ട് വരും, അവിടുന്ന് ഫണ്ട് വരും, ഇവിടുന്ന് ഫണ്ട് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര ലക്ഷം രൂപ വേണം, ഞാനൊരു മീറ്റിംഗിലാണ്, അത് കഴിഞ്ഞ ഉടനെ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എപ്പോൾ പൈസ തരാമെന്ന് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. എന്നിട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ പിറക്കി കൊടുക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. റോബിനെ വിശ്വസിച്ചു, റോബിൻ വന്ന് പൈസ ചോദിച്ചപ്പം ഇവര് പൈസ എടുത്തു കൊടുത്തു. ഇപ്പൊ അവര് പൈസയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന പോലെയാണ് ഇപ്പൊ റോബിന്റെ പുറകെ നടക്കുന്നത്. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ റോബിൻ പറയുന്നത് എന്താണ്, നമ്മൾ കേട്ടതല്ലേ, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കേട്ടതല്ലേ, നിങ്ങൾ സ്റ്റേഷനിലോട്ട് പോവാ, നമുക്ക് അവിടെ വന്ന് സംസാരിക്കാം, നമുക്ക് ലീഗലായിട്ട് പോവാം, ഇതൊക്കെയാണ് റോബിൻ പറയുന്നത്. എന്തായാലും ഇത് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു നടക്കൊന്നും പോകത്തില്ല കേട്ടോ. ഇത് പല നടക്കേ പോകത്തുള്ളൂ. കാരണം നല്ല ന്യൂസ് ഒന്നും അല്ല വെളിയിൽ വരുന്നത്. റോബിന് അഗൻസ്റ്റ് ആയിട്ട് നല്ല തെളിവുകൾ പലരുടെയും കയ്യിലുണ്ട്. അവരെല്ലാവരും എടുത്ത് പുറത്തിടും. ഇനി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പുറത്ത് വരും. ഇതിലും വലുതൊക്കെ വരും. ഇതൊക്കെ വരുമ്പോൾ റോബിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. ഇതൊന്നും അല്ല, പൈസയുടേതായ വിഷയങ്ങൾ സംസാരിച്ച ഒരുപാട് വോയിസുകള്, പൈസ വാങ്ങിച്ച തെളിവുകള്, പൈസ കൊടുത്ത തെളിവുകള്, ഇതെല്ലാം പലരുടെയും കയ്യിലുണ്ട്. അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ വോയിസ് കേട്ടല്ലോ. നമ്മൾ കുറ്റം പറയാനും ഇല്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മള് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരോടും നമുക്ക് അമിതമായ ഒരു ആരാധന പാടില്ല. ഈ ചിലർ വന്നു കിടന്ന് കമന്റ് ബോക്സിലൊക്കെ കിടന്ന് മെഴുകുന്നേ കാണുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ, സങ്കടം തോന്നും. ഇത്രയൊക്കെ വന്നിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഈ റോബിനെ നമ്മൾ അടിച്ചാക്ഷേപിക്കുകയൊന്നും അല്ല. പക്ഷെ റോബിൻ ചെയ്ത പ്രവൃത്തികൾ, ആ പ്രവൃത്തികളാണ് ഇപ്പൊ വെളിയിലേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതിനെടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തോ നമ്മൾ വലിയ പാതകം ചെയ്ത പോലെയൊക്കെ ഓരോരുത്തർ പറയുന്നത്. ഇതൊക്കെ 10 പേര് അറിയും. ഇതൊക്കെ വെളി വരുന്നതുകൊണ്ടല്ലേ, ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെ ഒക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബിഗ് ബോസ് ഒക്കെ വരികയാണ്. എല്ലാവരും കൂടെ തന്നെ കാണണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.